എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തുകളിൽ കർമ്മോത്സുകതയോടുകൂടി നിലകൊണ്ട വ്യക്തിയാണ് മുഹമ്മദുർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പ്രയാസം ഉണ്ടായാലും നബി തങ്ങൾ പോകുക അള്ളാഹുവിലേക്ക്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസമഹു അംറുൻ ഫസിഅ ഇലൽ മുസല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ എന്തെല്ലാം വിഷമം നേരിട്ടാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവിന്റെ റസൂൽ വേഗം മുസല്ല വിരിക്കുകയാണ്, നിസ്കരിക്കാൻ പോവുകയാണ്. വസല്ലാ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകരെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരുകയാണ്. എന്ത് വിഷമമുണ്ടായാലും നബി തങ്ങൾ പള്ളിയിലേക്ക് പോകുമത്രേ, നിസ്കരിക്കുകയാണ്. വിഷമവും പ്രയാസവും ഉണ്ടായാൽ ഇബാദത്തിൽ കോട്ടം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ 1500 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നബിയെ സ്മരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഈ പ്രകാശം ഉദയം ചെയ്ത് 1500 വർഷമല്ല കേട്ടോ, അതിനു മുമ്പുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കം ഉംറുക യാ ജിബ്രീൽ, ജിബ്രീലേ നിന്റെ വയസ്സ് എത്രയാണ്? നിന്റെ വയസ്സൊന്ന് പറയോ? എത്രയാണ് ജിബ്രീലിന്റെ വയസ്സ്? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ വയസ്സ് എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നില്ല റസൂലേ. പക്ഷേ ഒരു കാര്യം തങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാം, എന്നെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം 70,000 വർഷങ്ങൾ കൂടുമ്പോ ആകാശസീമയിൽ ഒരു മനോഹരമായ നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട്. 72,000 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയി എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? എത്ര വയസ്സാന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മറുപടിയാണ്, എത്ര വയസ്സാന്ന് ക്ലിപ്തപ്പെടുത്തി തരാൻ പറ്റൂല എന്റെ വയസ്സ്. പക്ഷെ ഒരു കാര്യം പറയാം, എന്നെ സൃഷ്ടിച്ചതിന് ശേഷം 70,000 വർഷം കൂടുമ്പോ ആകാശസീമയിൽ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു നക്ഷത്രം ഉദയം ചെയ്യാറുണ്ട്. ഒരു കൗക്കബ്, ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ 72,000 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മഹാനാകുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 70,000 വർഷത്തിൽ മാത്രം ഉദിക്കുന്നതാകുന്ന നക്ഷത്രത്തെ എത്ര പ്രാവശ്യം കണ്ടു? 72,000 പ്രാവശ്യം. അപ്പൊ എത്രയാ വയസ്സ്? ഏം കൂട്ടിക്ക് അബാക്കസി ചേരി അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കൂട്ടിക്കൊണ്ട് പറയണം, കൈയുടെ വിരലൊടിയുന്നല്ല ചിലപ്പോ കൂട്ടാൻ പറ്റുമെന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മനസ്സിലായ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വയസ്സാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വചനമാണ്, നബിയേ നബിയേ, എന്റെ വയസ്സെനിക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നില്ല റസൂലേ. പക്ഷെ ഒരു കാര്യം തങ്ങളോട് ഞാൻ തുറന്നു പറയാം ഹബീബേ, ആകാശസീമയിൽ എന്നെ സൃഷ്ടിച്ചതിന് ശേഷം 70,000 കൊല്ലത്തിനൊടുക്കൽ മനോഹരമാകുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്റെ കണ്ണുകൊണ്ട് 72,000 പ്രാവശ്യം ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, അനദാകൽ കൗകബു യാ ജിബ്രീൽ, 70,000 കൊല്ലത്തിലൊരിക്കൽ നിങ്ങൾ കാണുന്നതായ മനോഹരമായ ആ നക്ഷത്രമില്ലേ, നിങ്ങൾ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ മനോഹരമാകുന്ന നക്ഷത്രമാണ് ഞാൻ, ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പ്രകാശമാണ് ഞാൻ, മുഹമ്മദ് റസൂലുള്ളാഹി. വന്നജ്മി ഇദാ ഹവാ ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى.
പരിശുദ്ധമായ ഖുർആനിലൂടെ ആ പ്രവാചകരെ വർണ്ണിക്കുകയാണ്. വന്നജ്മി, നക്ഷത്രത്തെ തന്നെയാണ് സത്യം. ഏതാണ് ഈ നക്ഷത്രം? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടു തീർത്തതായ 72,000 പ്രാവശ്യം കണ്ടു തീർത്ത മനോഹരമാക്കപ്പെട്ട നക്ഷത്രമാകുന്ന ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. ആ പ്രവാചകർ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഞാൻ എന്നെ പറഞ്ഞത് 1500 വർഷമായി നമ്മൾ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു, അല്ലെ? 1500ാമത്തെ ജന്മദിനാണ്. എന്നാ ഈ പ്രകാശം ഉദയം ചെയ്തിട്ട് 1500 കൊല്ലം മുമ്പല്ല, അതിന് മുമ്പേ ഉണ്ടെന്ന് അർത്ഥം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. ഇത് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം, കിതാബിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം നഖലില്ലാതെ വെറുതെ പറയുന്ന പരിപാടിയില്ല. അള്ളാഹുവിന് ആഫിയ ഇൽമ നൽകുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നും ലോകം സ്മരിക്കുന്നു. എത്ര ത്യാഗപൂർണമായ ജീവിതം നയിച്ച വ്യക്തിയാണ്. വളരെ ത്യാഗം സഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ലോകമെന്നും സ്മരിക്കുമേ സ്മരിക്കുമേ. ചരിത്രമാണ്, ചരിത്രമാണ്. 4000 വർഷങ്ങൾക്ക് ജീവിച്ച് മരണപ്പെട്ടു പോയ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇന്നും ലോകം സ്മരിക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ? ആ പ്രവാചകന്റെ പേരിൽ ഇന്നും ബലിദിനം നേരുന്നില്ലയോ? ആഘോഷ പൊലിമയിൽ നിലകൊള്ളുന്ന വിശ്വാസികളെയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതായ നമുക്ക് പോലും അള്ളാഹു നൽകിയിട്ടുള്ള ആഘോഷങ്ങളിൽ ബലി പെരുന്നാളിന്റെ സുദിനം ചെന്ന് നിൽക്കുന്നത് ആ ഇബ്രാഹിം നബിയുടെ ത്യാഗോചരമായ സ്മരണയല്ലേ, സ്മരണയല്ലേ? എന്റെ കാരണം പരിപൂർണമായ ഈമാനാണ്, തഖ്വയാണ്. പരിപൂർണമായ ഈമാൻ, പരിപൂർണമായ തഖ്വ. അല്ലാഹു എന്ത് കൽപ്പിച്ചോ അത് പരിപൂർണമായി ചെയ്തു. إذا قال له ربه أسلم قال أسلمت لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലോ, അല്ലയോ ഇബ്രാഹിമേ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. പറന്ന് തീരണ്ട താമസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ അല്ലാഹുവിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു, വഴിപ്പെട്ടിരിക്കുന്നു. അല്ല എന്ത് പറഞ്ഞോ അതേ വാക്കുപയോഗിച്ച് തിരിച്ചു മറുപടി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു പറഞ്ഞു, മകനെ കൊണ്ടുപോയി കഅബയുടെ പരിസരത്ത് ഉപേക്ഷിക്ക്, ഭാര്യയും കൊണ്ട് ഉപേക്ഷിക്ക്. സമ്മതിച്ചു, കൊണ്ട് ഉപേക്ഷിക്കുന്നു. അല്ലാഹ് ഇന്ന് കാണുന്ന കഅബയല്ല പരിസരം, അറിയാമല്ലോ. ഈമാനാണത്. അല്ലാഹ് പറയുന്നു, ഇബ്രാഹിമേ, നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ ബലി കഴിപ്പിക്ക്, എന്റെ സംതൃപ്തി കിട്ടാൻ. മകനെ വിളിച്ചോണ്ട് പോകുന്നു മിനയുടെ താഴ്വാരത്തേക്ക്. അല്ലാഹ് പറഞ്ഞതാണ്, തങ്കക്കനിയാണ്, വാർദ്ധക്യ സമയത്ത് കിട്ടിയതാണ്, ഒന്നും നോക്കുന്നില്ല. അല്ലാഹ് പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു, ചെയ്യുന്നു. ആ ഈമാൻ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പോലും ആ സമയത്ത് പ്രയാസപ്പെട്ടു എന്നാണ്. അവര് പോലും അത്ഭുതം കൂറി, എന്തൊരു മനുഷ്യനാണിത്. പ്രായാധിക്യ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ കൊടുത്ത് ആ മകനിലൂടെ സമാധാനം കൊടുത്ത് സാന്ത്വനപൂർണമാകുന്ന ജീവിതം നയിച്ചു മുന്നേറവേ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മകനെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്നു. ഈ മനുഷ്യനെ കണ്ട് എങ്ങനെയാണ് അംഗീകരിക്കാതിരിക്കുക? ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചാൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് പറഞ്ഞതാകുന്ന മലായിക്കത്തുകൾക്ക് തെറ്റുപറ്റി. ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു അത്ഭുതം കൂറിപ്പോയി. അല്ലാഹു, ഇതെന്ത് മനുഷ്യനാണിത്? സ്വന്തം മകനെ ബലി കഴിപ്പിക്കാൻ തയ്യാറാകുന്നു. അതും പ്രായാധിക സമയത്ത് കിട്ടിയതാകുന്ന തങ്കക്കനിയാകുന്ന പ്രിയപ്പെട്ട മകൻ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പരീക്ഷണങ്ങൾ മുഴുവൻ കൊടുത്തിട്ടും അടിപതറാതെ ഈമാനിൽ അടിയുറച്ച് നിന്നു. അതുകൊണ്ട് തന്നെ വിജയിച്ചു. وَإِذَا ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയപ്പോ അതൊക്കെ പരിപൂർണമായി ജയിച്ചടക്കുകയാണ്, പൂർണ്ണമായി വിജയിക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം. അതുകൊണ്ടെന്താ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ മനുഷ്യനെ ഇന്ന് മുത്തുനബിയുടെ ഉമ്മത്താകുന്ന നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം ബലിപെരുന്നാളല്ലേ, ആഘോഷത്തിന് ആരെ ഓർക്കണം? സയ്യിദുനാ ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ സ്മരിക്കണം. അതാണ് ത്യാഗപൂർണമായ ജീവിതം നയിച്ച മനുഷ്യനെ എത്ര കൊല്ലം കഴിഞ്ഞാലും ആളുകൾ സ്മരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ ദീനിന് വേണ്ടി ജീവിക്കണം. 2 ദിവസം ജീവിക്കും, 2 ദിവസം വാദമുണ്ടായിരുന്നു, അതുകൊണ്ട് നാളെ മുതൽ ഉസ്താദെ ബിഗ് ബോസ് കഥ വിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന കോമാണെങ്കിൽ ഹല്ലി വല്ലി എല്ലാം തീർന്നു. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. കലാ വീട്ടിൽ നിസ്കരിക്കുന്നതിന് വലിയ മടിയാണ്. പക്ഷെ കലാ വീട്ട സീരിയല് കലാ വീട്ടും ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് ഹാജിയാരി വെച്ചിരിക്കാൻ, ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം അത് കലാ വീട്ടിൽ കാണാൻ. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, എടാ കുറ്റേ എപ്പോഴാണ് വരുന്നത്, OTT-യിൽ എപ്പോഴാണ് വരുന്നത്? ഹാജിയാർക്ക് അതാ ചിന്ത, ഇനി OTT വന്നിട്ട് അതിനൊന്ന് റാഹത്തായിട്ട് ഇത്തിക്കാഫ് ഇരുന്ന് ഫുള്ള് കണ്ടു തീർക്കണം. വീട്ടിൽ ഇത്തിക്കാഫ് നേരം വെളുക്കുന്നവരെ ഇരുന്ന് ഫുള്ള് കണ്ടു തീർക്കുക. ഇങ്ങനത്തെ ഈമാനാണെങ്കിൽ പോയി. പരിപൂർണമായ ഈമാനിലേക്ക് നമ്മൾ വരണം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കണേ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, ഈമാൻ മുറുകെ പിടിക്കണേ, മുറുകെ പിടിക്കണേ. വിശ്വാസത്തിൽ കലർപ്പില്ലാതെ ആദർശത്തിൽ പരിപൂർണമായി നിൽക്കണേ. വലാ തത്തബിഊ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുതേ, പിൻപറ്റരുതേ. പിശാചിന്റെ പിറകെ പോയി ഈമാനിനെ നഷ്ടപ്പെടുത്തരുതേ. ഈമാനില്ലാത്തവരാകരുത്. നിങ്ങൾ ഈമാൻ പരിപൂർണമായി മുറുകെ പിടിക്കണം. വിശ്വാസത്തിൽ കലർപ്പ് വരാൻ പാടില്ല. മരണം നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. മരണാനന്തര ജീവിതം, ഖബർ, മഹ്ശറ, സ്വർഗം, നരകം, ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിരീശ്വരവാദിയാകാൻ, ഞാൻ യുക്തിവാദിയാകാൻ, ഞാൻ അതിലേക്ക് പോവാൻ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പല ആളുകളും ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, യഥാർത്ഥ മുഅ്മിൻ, മുത്തഖി എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാകണം. എങ്കിലേ നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുള്ളൂ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. യഥാർത്ഥ മുത്തഖി ആരാണ്? യഥാർത്ഥ തഖ്വയുടെ വക്താവ് ആരാണ്? ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, നിസ്കാരിക്കാൻ പറഞ്ഞതും, നോമ്പ് നോൽക്കാൻ പറഞ്ഞതും, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞതും, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ പറഞ്ഞതും, പരലോക നന്മയ്ക്ക് വേണ്ടി നിന്നോട് ഉപദേശിക്കുമ്പോ അങ്ങനെ ഒരു ജീവിതമില്ല എന്ന് നീ പറയരുതേ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചും അവിടെയുള്ള ചോദ്യോത്തരങ്ങളെ കുറിച്ചും നാളത്തെ ലോകമാകുന്ന മഹ്ശറയെ കുറിച്ചും സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തെ കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് നിനക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രവാചകരുണ്ട്. ആ പ്രവാചകർ ഷാഹിദാണ്, ഷാഹിദാണ്. ഇന്നാ അർസൽനാക ഷാഹിദാ
ومبشرا ونذيرا. സ്വർഗം കണ്ട പ്രവാചകരാണ് ഹബീബ്, നരകത്തിന്റെ ശിക്ഷകൾ കണ്ട പ്രവാചകരാണ് ഹബീബ്, ബശറിയുടെ ലോകത്തെ കുറിച്ച് ലോകരെ പഠിപ്പിച്ചെന്ന പ്രവാചകരാണ് ഹബീബ്, മിഅ്റാജിന്റെ രാവിൽ ഖബറിലെ ശിക്ഷകളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ഉമ്മത്തിന് വ്യക്തമായി ധാരണ നൽകിയ വ്യക്തിയാണ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പ്രവാചകർ ഷാഹിദാണ്, സാക്ഷിയാണ്, നരകം കണ്ട വ്യക്തിയാണ്, സ്വർഗം നേർക്ക് നേരെ കണ്ട വ്യക്തിയാണ്, അതിൻ്റെതാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളും മനസ്സിലാക്കിയ വ്യക്തിയാണ്. ആ സാക്ഷിയായ പ്രവാചകർ പറയുന്നതിലൂടെ അദൃശ്യ ലോകത്തെ കുറിച്ച് വ്യക്തമായി വിശ്വസിക്കുന്നതായ മനുഷ്യ, നിന്നെ കുറിച്ചാണ് മുത്തഖി എന്ന് പറയുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അദൃശ്യ ലോകത്തെ കുറിച്ച് വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. ഇപ്പൊ വയസ്സെത്രയായി? 30, 40, 50, 60, 70 വയസ്സൊക്കെ ആയി. നമ്മുടെ വയസ്സ് തീരാറായി. ഈ ലോകത്ത് ഈ ഉമ്മത്ത്, മുത്തുനബിയുടെ ഉമ്മത്തിന് ആകെയുള്ള ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. വയസ്സിപ്പോ തന്നെ 30, 40, 50, 60 കഴിഞ്ഞു. ഇനി അമൽ ചെയ്യാനുള്ള ആയുസില്ല. നമ്മളെത്താണ് അമൽ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവണം, ഒരു മാറ്റം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, വിഷമവും ദുരിതവും ഇല്ലാതെ ഈ ദുനിയാവിൽ ആരും മുന്നോട്ട് പോയിട്ടില്ല. നമുക്കൊക്കെ ഈ സദസ്സിൽ ഓരോരുത്തർക്കും പറയാനുള്ളതായിരിക്കും. ഈ സദസ്സ് ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് മുഅ്മിനത്തുകളാകുന്ന സഹോദരിമാർ എത്തിച്ചേർന്നതും അത് തന്നെയായിരിക്കും. മക്കളെ സ്വാലിഹീങ്ങളാകില്ല, മക്കളില്ല, കുടുംബത്തിൽ പ്രയാസം, സാമ്പത്തിക ഞെരുക്കം, ശാരീരികമാകുന്ന അസ്വസ്ഥത, ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് മാസങ്ങളായി, ദിവസങ്ങളായി, പലവിധ അസുഖങ്ങളുണ്ട്, കിഡ്നി ട്രബിളിലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, മാറാവ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ സദസ്സിൽ വന്ന മുത്തഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു ദുആ പ്രതീക്ഷിച്ചു വന്നതാകുന്ന 100 കണക്കിന് സഹോദര സഹോദരിമാരുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹു അതൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വരുമ്പോ അടിപതറരുത്. പരീക്ഷണങ്ങളില്ലാത്ത ഒരൊറ്റ വ്യക്തിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ലോകത്തെ ഏറ്റവും പരീക്ഷണമുള്ള വ്യക്തികളായിരുന്നു ആര്? അംബിയാ മുർസലീങ്ങൾ, സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങൾ വരുമ്പോ അടിപതറരുത്. പരീക്ഷണങ്ങളിൽ അതിജയിച്ച് ഈമാൻ മുൽകി നിൽക്കുന്നവരെ അള്ളാഹു ഓർക്കുകയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും കൊണ്ടുപോയി കഅബയുടെ പരിസരത്ത് ഉപേക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞപ്പോ അതിന് സന്നദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു പോകുമ്പോ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹു ആമുറുക യാ ഇബ്രാഹിം, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന അള്ളാഹു ആണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? അതേ എന്ന് തലയാട്ടിയപ്പോൾ തിരിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇദൻ ലാ യുളയ്യുന. മുന്നോട്ട് വെച്ച കാല് ഭർത്താവിന്റെ പിറകെ ഓടിയിരുന്ന പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കാല് പിന്നോട്ട് വെച്ചിട്ട് പറയുന്നു, അള്ളയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞത് എങ്കിൽ ഞങ്ങളെ ഒരാളും പാഴാക്കില്ല. അള്ളാഹു ഞങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തൂല, ഒരു പ്രയാസവും എനിക്കില്ല എന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. മരുഭൂമിയിലാണ്, ഒരു മനുഷ്യനില്ല, ആകെ അല്പം വെള്ളവും കാരയ്ക്ക് അറാഖിന്റെ ഒരു ചെറിയ കൂര നിർമ്മിച്ചിട്ട് മലയിടുക്കിൽ കൊണ്ടുപോയി ജനവാസമില്ലാത്ത, മനുശ്വാസം ഇല്ലാത്ത, ഒരാളോട് മിണ്ടാനോ പറയാനോ നെറ്റ് കണക്ഷനോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോൾ, ഇന്നിപ്പോ നമ്മളെ വീട്ടുകാരെയൊക്കെ 2 ദിവസം അല്ല 5 ദിവസം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അംബാനി മാമന് ഫാത്തിഹ ഓതി നെറ്റ് കണക്ഷൻ കിട്ടിയാൽ മതി, റാഹത്തായിട്ട് അവരവിടെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഒക്കെ പോയിട്ട് വരാനോ പറയാം. കാരണം എന്താ, ഒരു കൊല്ലം കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല. മൊബൈലുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതെല്ലാം ഒന്ന് കറങ്ങി വരുമ്പോ തന്നെ നേരം വെളുക്കും. നെറ്റ് സൗകര്യം റാഹത്തായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, അപ്പൊ എവിടെ വേണമെങ്കിലും വെക്കോ. പണ്ട് വീട്ടിൽ 2 മണിക്കൂർ നിർത്തിയിട്ട് പോകാൻ മടിച്ചിരുന്ന മാതാപിതാക്കൾ ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് വാതിൽ പൂട്ടി റാഹത്തായിട്ട് പോവാൻ. കാരണം അവർക്ക് ഉറപ്പാണ് ഇവനെങ്ങും പോകൂല. ആ മൊബൈലിലെ ചാർജ് തീരുന്നതിനും വരെ റാഹത്തായിട്ട് അതിന്മേൽ അടിയറി. ആണോ അല്ലയോ? ആണ്. ഇത് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. ആരോട് സംസാരിക്കാൻ, കൊച്ചു വർത്തമാനം പറയാൻ അസർ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തതാകുന്ന അയൽവാസിയാകുന്ന ശ്യാമളയോ കോമളനോ ഒരുത്തനും ഇല്ല വർത്താനം പറയാൻ. ഒരാളും ഇല്ല, ഒരു ബന്ധുക്കളിൽ, അയൽവാസിയില്ല, ആകെയുള്ള ഒരു പൊടിക്കൊച്ചാണ്. ആ കൊച്ചിനെ ആക്കിയിട്ട് പോവാൻ. ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു മാനസികാവസ്ഥ. എന്നിട്ടും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അള്ളയാണ് പറഞ്ഞത് എങ്കിൽ ഇദൻ ലാ യുളയ്യുന, ഞങ്ങളെ അള്ളാഹു പാഴാക്കില്ല, ടെൻഷൻ ഇല്ല, പൊയ്ക്കോ യാ അല്ലാഹ് ഖലാസ്. ആണ് ഈമാൻ.
ആ ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ പോലും ഇന്നത്തെ പുരുഷന്മാരില്ലാതെ പോയി, നമുക്കില്ലാതെ പോയി. നമുക്കിന്നതാണ് ചെറിയൊരു ബുദ്ധിമുട്ട്, സാമ്പത്തികമായി ഞെരുക്കം, ബിസിനസ്സിൽ വരുമ്പോ, ശാരീരികമാകുന്ന അസ്വസ്ഥത വരുമ്പോ, കുടുംബത്തിലൊരു മരണമുണ്ടാകുമ്പോ നമ്മൾ അപ്പോഴേ തന്നെ നെഞ്ചത്തടിക്കാൻ, പടച്ചവൻ എനിക്ക് പരീക്ഷണം നൽകി, ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ട് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചല്ലോ എന്ന് നമ്മൾ ഡയലോഗ് അടിക്കാൻ തുടങ്ങാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്കൊക്കെ എന്ത് പരീക്ഷണം സഹോദര, മുൻഗാമികളിലേക്ക് നോക്കുമ്പോ, അവരിലേക്ക് നോക്കുമ്പോ എന്ത് പരീക്ഷണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോഴാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അള്ളാഹുവേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനും ഇതായി കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഇവരിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ തിരിക്കുകയും എല്ലാവിധ ഫലവർഗ്ഗങ്ങൾ നൽകി ഇവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ. റബ്ബനാ ലിയുഖീമുസ്സലാ, ഇവർ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി വേണം ഇവരിലേക്ക് ആളത്തിരിക്കാൻ. ഇബ്രാഹിം നബി ഷർത്താക്കുക. ഖുർആനാണിത്. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാകുന്ന ആ പ്രാർത്ഥന ഇന്നും ഖുർആനിൽ അടിവരയിട്ട് അള്ളാഹു അടയാളപ്പെടുത്തുന്നു. എന്തിന്? ഈ ഉമ്മത്തിന് പാഠം ഉൾക്കൊള്ളാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ലിയുഖീമുസ്സലാ فجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. ജനങ്ങളുടെ ഹൃദയത്തെ അവരിലേക്ക് തിരിക്കണം. ഒരു കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ അവരിലേക്ക് തിരിക്കണേ അല്ലാ. എന്തിനാണ് ഞാൻ ഈ ദുആ ചെയ്യുന്നത്? റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. നോക്കൂ നിങ്ങൾ, വലിയ പരീക്ഷണം നേരിടുമ്പോൾ പോലും നിസ്കാരം വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. ഇത് നമ്മുടെ ഉമ്മത്ത് ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരീക്ഷണം ഉണ്ടാവും. നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ നിസ്കാരം ഒഴിവാക്കുക. കല്യാണം വന്ന പിന്നെ അന്നത്തെ ദിവസം നിസ്കാരം ഇല്ല, കാരണം ബിരിയാണി കൊണ്ടുപോയി നിസ്കാരം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എവിടെ പോകാം, എവിടെ വേണമെങ്കിലും കടക്കാം, എവിടെ വേണമെങ്കിലും രസിക്കാം. ആരും ഒന്നും പറയില്ല. കല്യാണം ആവുമ്പോ അങ്ങനെയല്ലേ, എവിടെ വേണമെങ്കിലും പോകാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെ വേണമെങ്കിലും ഏത് കോലത്തിൽ വേണമെങ്കിലും നടക്കാം. ആരും ഒരു പരാതിയും പറയില്ല. ഇന്ന് അങ്ങനെ ആയിപ്പോയി, ഈമാൻ തെറ്റിപ്പോയി. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കി തരണേ അല്ലാ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാ. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ, പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ, പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. നോക്കൂ നിങ്ങൾ, എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ടൊരു പണി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതം വിജയിച്ചു.
അവരുടെ മക്കളൊക്കെ അങ്ങനെ തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളായിരുന്നല്ലോ ആര്? സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയെ കുറിച്ച് എന്താ അല്ലാഹ് പറഞ്ഞത്? സമയമില്ല, അതൊക്കെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ് ഇസ്മായിൽ നബിയെ കുറിച്ച്. തങ്ങൾ ഈ സമൂഹത്തോട് പറയണേ, ഈ സമൂഹം ഒന്ന് അറിയട്ടെ, ഒരു സാധാസീത വ്യക്തിയല്ല ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ദൂതനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വാഗ്ദാനം പൂർത്തീകരിച്ചിരുന്ന വ്യക്തിയാണ്. തീർന്നില്ല. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. നിസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും സ്വന്തം ഭാര്യയോട്, കുടുംബത്തോട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അക്കാരണത്താൽ വകാന ഇൻദ റബ്ബിഹി മർളിയാ. അല്ലാഹു സംതൃപ്തിപ്പെട്ട അടിമയായിരുന്നു ആര്? സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഖുർആനാണ് പറഞ്ഞത്. മക്കളില്ലാതെ വിഷമിച്ച അദ്ദേഹം പ്രായാധിക്യ സമയത്ത് ദുആ ചെയ്തിട്ട് അല്ലാഹു കൊടുത്ത മക്കൾ മുഴുവനും പ്രവാചകന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പേര് വെച്ചത് അബുൽ അംബിയ എന്നാണ്, അംബിയാക്കളുടെ പിതാവ്. കാരണം മക്കൾ മുഴുവനും നബിമാർ. സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ മകൻ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, ഒക്കെ പ്രവാചകന്മാർ. ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. സൂറത്തുൽ അൻആം അല്ലാഹു പറയുന്നു അവരുടെ പരമ്പരകളെ കുറിച്ച് മുഴുവൻ പ്രവാചകന്മാരാണ്. ആരുടെ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മക്കളൊക്കെ തന്നെ ദീനനുസരിച്ച് ജീവിക്കാൻ അവരാരും ദീൻ വിട്ടുപോയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. മക്കളെ കെട്ടി മക്കളൊക്കെ വഴിവഴിച്ച് പോയില്ലേ? മക്കളെ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ടാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രായാധിക്യ സമയത്ത് അസുഖബാധിതനായി കിടക്കുമ്പോൾ മക്കളെയൊക്കെ ചേർത്ത് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്താൻ, ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ, മാതാപിതാക്കൾ മക്കളോട് ചോദിക്കാൻ വേണ്ടി ചോദിച്ചത് أم كنتم شهداء إذا حضر يعقوب الموت. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്ന ഘട്ടത്തിൽ നിലകൊള്ളുന്ന വേളയിൽ അദ്ദേഹം തന്റെ കുടുംബത്തോട് ചോദിക്കുന്ന ചോദ്യത്തെ കുറിച്ച് നബിയെ തങ്ങൾ അറിഞ്ഞില്ലേ, ശ്രദ്ധിച്ചില്ലയോ? ഇത് കാലലിബനി, അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അടക്കമുള്ള മക്കളെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മാനഅബുദു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഖാലൂ നഅബുദു ഇലാഹക, അവർ ഒന്നടങ്കം പറയുന്ന വാപ്പാ നിങ്ങളുടെ ഇലാഹായ അല്ലാഹുവിനെയാണ്, വഇലാഹ ബായിക്, നിങ്ങളുടെ വല്യപ്പമാരാകുന്ന ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും അല്ലാഹു ഇല്ലേ, ആ അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കുകയാണ്.
ഇതാണ് മക്കള് പറയുന്നത്. കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മറ്റൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞാൽ മക്കൾക്ക് ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു, അവരൊക്കെ തർബിയത്ത് ചെയ്തു. ബഹുമാനപ്പെട്ടതാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് മരണാസന്ന വേളയിൽ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ ആരാധിക്കും? വാപ്പാടെ കൂടെ കുറെ നാൾ ജീവിച്ചു, കാര്യമില്ല. 30, 40, 60 കൊല്ലമൊക്കെ വാപ്പാടെ കൂടെ ജീവിച്ചു, ബിസിനസ് ചെയ്തു, വാപ്പാടെ ജീവിതം കണ്ടു, ഉമ്മാടെ ജീവിതം കണ്ടു. നിങ്ങൾ ഇനി ഏത് കോലത്തിലാ ജീവിക്കാം? നമ്മുടെ മക്കളോട് ചോദിച്ചാൽ എന്ത് പറയും? ഏത് സിനിമാ താരത്തിന്റെ പേര് പറയും? ഏത് സീരിയല് നടിയുടെ പേര് പറയും? ഏത് ആളുകളെയാണ് മക്കൾ പ്രിയം വെക്കുന്നത്? അൽ മർഉ മഅ മൻ അഹബ്ബ ശഫീഉനാ റസൂലുള്ളാഹി. ആരെ ഇഷ്ടം വെക്കുന്നു, ആരെ പ്രിയം വെക്കുന്നു, അവരോടൊപ്പമായിരിക്കും നാളെ പോകുക. പ്രവാചകനെ പ്രിയം വെച്ചവന് പ്രവാചകരോടൊപ്പം, സിനിമാ നടനെ പ്രിയം വെച്ചവൻ സിനിമാ നടനോടൊപ്പം, സിനിമാ നടികളെ ഹൃദയത്തിലേറ്റിയവൻ അവരോടൊപ്പം, പോൺ സ്റ്റാറുകളുമായി ജീവിതത്തെ കൊണ്ടു നടന്നവൻ അവരോടൊപ്പം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആരെയാണ് നമ്മൾ ഹൃദയത്തിലേറ്റിയിട്ടുള്ളത്? ചിന്തിക്ക്. ആരാണ് ആരാധിക, ആരാണ് ആരാധകൻ? ചിന്തിക്ക്. നമ്മുടെ മക്കളുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു വന്നത്, വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കുടുംബത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകണം. ഇബ്രാഹിം നബിയുടെ ദുആ ഇതാണ്, അല്ലാഹു എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ. നമ്മൾ ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ 17 27 വരുമ്പോ മക്കളെ വിളിച്ചിട്ടാ കാരണം ഇവനും കൂടെ വിട്ടിട്ട് വേണം 2 പൊതിയും കൂടെ വാപ്പാക്കി എക്സ്ട്രാ റാഹത്തായിട്ട് നാളെ ആവി കയറ്റി അടിക്കാനുള്ളത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവണം. അതുകൊണ്ട് ഇവനെ പറഞ്ഞു വിടുക പള്ളിയിൽ 17 27 പുണ്യം പ്രതീക്ഷല്ല, പൊറുതി പ്രതീക്ഷിച്ചു. അള്ളാഹു നമ്മളെ സാരിയങ്ങൾ ചേർക്കണം. 27 ആചാര മുസാഫത്ത് ചെയ്തപ്പോ വയറിനൊരു കിലുക്കം. എന്താണ് കിലുകിൽ? എന്ത് നോക്കിയപ്പോ 2 കിറ്റ് വയറ്റത്ത് വെച്ച് കെട്ടിയേക്കാൻ. ഹൈബറിൽ ഹന്തക്കിൽ നബിതങ്ങൾ വിശന്നപ്പോ 2 കല്ല് വെച്ച് കെട്ടിയ മാതിരി ആദ്യം 2 പൊതി അടിച്ചു മാറ്റിയിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. മുസാഫത്തിന് നിൽക്കുക. ഇനി അടുത്തൊരു പൊതിയും കൂടെ കിട്ടിയെങ്കിലോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവണം. ഇതാണ് നമ്മുടെ കൗമിന്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബർക്കത്തുള്ള പൊതിയായതുകൊണ്ടല്ല, ബർക്കത്ത് കുറച്ച് കൂടുതൽ കൊണ്ടുപോയേക്കാൻ തരുന്നത്. രാവിലെ നോമ്പായാലും വീണ്ടും കൊണ്ടുപോകാൻ 5 6 എത്ര കിട്ടിയാലും കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനെ ഭക്ഷണത്തിന്റെ പിറകെ ഉള്ള സ്നേഹമാകരുത് നമ്മുടെ സദസ്സുകൾ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഒരു വീട്ടിൽ ഓതിയാൽ, എന്താ മൗലിദ് എന്ന് പറഞ്ഞാൽ? നബി തങ്ങളുടെ ജന്മസമയത്തുണ്ടായതായ സംഭവങ്ങൾ, സംഭവബഹുലമാകുന്ന ചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗദ്യത്തിലും പദ്യത്തിലും, അതല്ല ഗദ്യത്തിലായിക്കൊണ്ട് അല്ലെങ്കിൽ പദ്യത്തിലായിക്കൊണ്ടുള്ള മനോഹരമാക്കപ്പെട്ടതാകുന്ന സമ്മിശ്രമാക്കപ്പെട്ടതാകുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനെയാണ് ഈ മൗലിദ് എന്ന് പറയാം. മൗലൂദല്ല, മൗലിദ് ഇങ്ങനെയാണ് പറയുന്നത്. മൗലിദ് പാരായണം. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇത് ചെല്ലുന്നത് ഏറ്റവും മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ജന്മദിനത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ആ വലിയ മനോഹരമാക്കപ്പെട്ടതാകുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് ചെല്ലട്ടെ. അതിലൂടെ കള്ളന്റെ ശല്യം ഒഴിവാകും. എല്ലാ ബലാമുസിബത്തുകളും തൊട്ട് കാവലാണ്. കുടുംബത്തിൽ ഐശ്വര്യമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തിയതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതല്ലേ, അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ, തങ്ങൾ ലോകർക്ക് മുഴുവനും കാര്യം തന്നെയാണ്. ആദ്യമായി മൗലൂദ് ഓതി അള്ളാഹു തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയെ പുകഴ്ത്താൻ, ആ നബിയെ നമ്മൾ പുകഴ്ത്തണം. പുകഴ്ത്തുന്നതിലൂടെയാണ് വിജയം. ലോകം മുഴുവനും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും, ലോകരാജ്യങ്ങളിലുള്ളതാകുന്ന മഹത്തുക്കൾ, മഹാന്മാർ, ഔലിയാക്കൾ, മഹാന്മാർ, ഔലിയാക്കൾ, വലിയ വലിയ ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഒരു എളിയ ഭാഗമായിട്ടാണ് ഇർശാദിയ അക്കാദമിയുടെ പ്രവർത്തകർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
പരിപാടി ചെറുതായിട്ട് നമുക്ക് തോന്നില്ല, ഇതിന്റെ പ്രതിഫലം വലുതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ഉന്നതമായ പ്രതിഫലമാണ്. ഇതിന് നേരെ നിന്നിട്ടുള്ള ആരൊക്കെ ഇതിനെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഉറപ്പായി ജീവിതത്തിൽ വലിയ നേട്ടം വരും. ചെറിയ നേട്ടമല്ല, വലിയ നേട്ടം. ഞാൻ ഇറാഖിലെ ബസ്റയിൽ പോയി ഒരു മഹാനെ സിയാറത്ത് ചെയ്തു. മഹാനാകുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത വ്യക്തിയാണ്. പ്രവാചകരുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തി. പ്രവാചകന്റെ ശിഷ്യഗണയിൽ പ്രമുഖനാണ്. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ യസാർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഹസൻ ബസ്രി ഇമാമിന്റെ വാപ്പ. ഉമ്മ എന്ന് പറയുന്നത് വഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖദ്ദാമയാണ്, വീട്ടു ജോലിക്കാരിയാണ്, അടിമസ്ത്രീയായിരുന്നു ഉമ്മ. ഈ ഉമ്മയുടെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഹസൻ, ഈ പൊന്നുമോന് കിടന്ന് കരയുന്ന സമയത്ത് ഉമ്മ ചിലപ്പോൾ വീട്ടിലുണ്ടാവൂല. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി അപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പല കാര്യങ്ങൾക്കും പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. ഈ കുഞ്ഞ് കിടന്ന് കരയുമ്പോ ഉമ്മ അവിടെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മു സലമ ബീവി കുട്ടിയെ വാരിയെടുത്ത് മാറോട് ചേർത്ത് വെച്ച് മുലപ്പാല് കൊടുക്കുക. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ശ്രേഷ്ഠ വനിതയുടെ മുലപ്പാല് നുകരാൻ അവസരം കിട്ടിയതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയായി വലിയ പണ്ഡിതനായി അദ്ദേഹം മാറി. അപാര വിജ്ഞാനത്തിന്റെ ഉടമയായിരുന്നു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഇറാഖിൽ നിങ്ങൾ പോകണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ് ഇറാഖ്. അള്ളാഹു നമുക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നവംബർ 4 ഞാൻ വീണ്ടും പോകുന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരിക്കലെങ്കിലും പോകേണ്ടതാണ്. അവിടെയാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഖാമുള്ളത്, ബഗ്ദാദിൽ. അതേ സ്ഥലത്ത് തന്നെയാണ് റിഫായിയ സ്ട്രീറ്റിൽ ബഹുമാനപ്പെട്ടതാകുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്തത്. ബഗ്ദാദിൽ തന്നെ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മശായിഖന്മാരിൽ പ്രമുഖർ ബഹുമാനപ്പെട്ടതാകുന്ന മഅറൂഫുൽ ഖർഖ് റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ. മാത്രമല്ല മഹാനാകുന്ന 4ാം ഖലീഫ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ്. ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതാകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ്. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റൊരു സഹാബി, അദ്ദേഹം അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ്. ഞാൻ പറഞ്ഞു വന്നത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, യാനത്തിൽ അത് കാണാം. എന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്നതാകുന്ന സമ്പാദ്യം ഉഹദ് മലയോളം സ്വർണം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞാനത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന സദസ്സിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ഈ വ്യക്തി പറയാൻ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് നുകരാൻ അവസരം കിട്ടിയ താബിഈകളിൽ പ്രമുഖനാകുന്ന മഹാനാകുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നടത്താൻ വല്ലാത്ത ആഗ്രഹം. എനിക്ക് ഉഹദ് മലയോളം സ്വർണം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചേനെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയ കാര്യമല്ല ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ഈ സദസ്സ് നീ പരിപൂർണമായ കബൂലാക്കണേ അല്ലാ. റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്തിനാൽ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തോടൊപ്പം സ്വർഗത്തിലേക്ക് ചേരുന്ന സദസ്സായി കബൂലാക്കണേ അല്ലാ. ത്യാഗം സഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ലോകമോർക്കും. ത്യാഗം സഹിച്ച വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നിർത്താണ് 10 മിനിറ്റിനുള്ളിൽ. 10 മിനിറ്റ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ആദ്യം ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്. ഇച്ചിരി വെള്ളം വേണം? വേണ്ട, നീ ഉറങ്ങത്തില്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ദീർഘായുസ്സ് അല്ലാഹു നമുക്ക് നസീഹത്തെ. എല്ലാ വിഷമവും അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാവരെയും ഓർക്കും ലോകം. നമ്മൾ നല്ല ജീവിതം നയിച്ച എപ്പോഴും ആളുകൾ പറയും അയാൾ നല്ല മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40ാമത്തെ വയസ്സിൽ. പക്ഷെ നബിയെ ആളുകൾ വിളിച്ചിരുന്നത് അൽ അമീൻ, സത്യസന്ധൻ. ആരാ വിളിക്കുന്നത്? മക്കയിലെ മുശ്രിക്കീങ്ങളടക്കം. അഖ്നസുബിന്റെ ശരീക്ക് എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കായ മനുഷ്യൻ അയാൾ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ അബൂ സുഫിയാനോട്, ഈ മുഹമ്മദ് വല്ലപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് എതിരുള്ള ആളാണ്, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവര് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, മാ കദബ മുഹമ്മദുൻ, മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. കളവ് പറയാതിരുന്നാൽ തന്നെ ജീവിതത്തിൽ വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച മറ്റൊരു വ്യക്തിയാണ് ആര്? മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വേറൊന്നും വേണ്ട. ഹിജറയുടെ 470 ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചതാകുന്ന മഹാനുഭാവൻ ജനിച്ച വ്യക്തി പുണ്യമാക്കപ്പെട്ട ബഗ്ദാദിന്റെ നഗരത്തിലേക്ക് വരുന്നത് 18ാമത്തെ വയസ്സിൽ. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രം. കൊള്ളത്തലവന്മാർ അദ്ദേഹത്തെ അടക്കമുള്ള കച്ചവട സംഘത്തെ പിടിച്ചു, പരിശോധിച്ചു. അവസാനം കുട്ടിയോട് അതിൽപ്പെട്ട ഒരാൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഉണ്ടല്ലോ, കൈവശമുണ്ട്. എന്തുണ്ട്? 40 സ്വർണ്ണ നാണയമുണ്ട്. കൊള്ളത്തലവനെ ഹാജരാക്കി കാണിച്ചു കൊടുത്തു. എല്ലാവരും തൗബ ചെയ്ത് ഇസ്ലാമിന്റെ ശാന്തുര തീരത്തേക്ക് വന്നടഞ്ഞു. വിലായത്തിന്റെ തലം അവിടെ മുതൽ തുടങ്ങാൻ. എന്തിനാ മോനെ ഇങ്ങനെ ഞങ്ങളെ നീ ഞെട്ടിച്ചത്? അതെന്റെ ഉമ്മ എനിക്ക് നൽകിയ ആകെയുള്ള ഉപദേശം, മോനെ കളവ് പറയരുത് എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. തമാശയ്ക്ക് വരെ ഇങ്ങനെ കളവ് പറയും. അത് വലിയ നഷ്ടമാണത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 40 വയസ്സുവരെ ഒരു വ്യക്തിയെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കളവ് പറയുന്നില്ല എന്നാണ്. അത്രയേറെ പ്രസിദ്ധി നേടണമെങ്കിൽ അത്രയേറെ സംശുദ്ധത വിഷയത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യസന്ധത പുലർത്തിയാൽ എപ്പോഴും വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 18ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കയ്യാൽ 10-70 ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തൗബ ചെയ്ത് ഇസ്ലാമിന്റേതാകുന്ന തീരത്തേക്ക് വരികയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ മനുഷ്യൻ പിന്നീട് പോയി 33 വർഷം ഇൽമു പഠിച്ചു. എവിടെ? ബഗ്ദാദിന്റെ മണ്ണിൽ പോയിട്ട്. പഠിച്ചു കഴിഞ്ഞപ്പോ വയസ്സ് 51ആയി. പിന്നാണ് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത്. 4 വിവാഹം ചെയ്തു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 27 ആണും 22 പെണ്ണും. ടോട്ടൽ 49 മക്കൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 27 ആൺമക്കളിൽ 14 ആൺമക്കളും ചെറുപ്പത്തിലെ മരിച്ചുപോയി. 13 പേരാണ് വലുതായി ബാക്കിയായത്. ഞാൻ ചുരുക്കി പറയാൻ, ശരിക്കും മനസ്സിലാക്കണം. 27 ആൺമക്കളിൽ 14 ആൺമക്കളും ചെറുപ്പത്തിലെ മരിച്ചു. 13 പേരാണ് വലുതായി ബാക്കിയായത്. 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിലെ മരിച്ചു. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ബാക്കിയായത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 49 മക്കളിൽ 35 പേരും ചെറുപ്പത്തിലെ മരിച്ചു. 35 പേരെ ചെറുപ്പത്തിലെ മരിക്കുക. ബാക്കിയായതോ 13 ആണും ഒരു പെണ്ണും മാത്രം. 14 പേര്. അപ്പോഴൊക്കെയോ ഈ വിപത്തുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ ഇങ്ങനെ മരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വേറൊരു വാക്കില്ല. മഹാനാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഈമാൻ. ഞാനതാ പറഞ്ഞത്, പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോ തളരരുത്, ഈമാൻ മുറുകെ പിടിക്കണം. ഞാൻ ഇത്രയും വലിയ ദിക്ർ ചെയ്ത ആള്, ഞാൻ വലിയ സത്യസന്ധനായി നടന്നിട്ടും എനിക്കിങ്ങനെ പരീക്ഷണം നൽകിയല്ലോ. അപ്പോഴും ഇളക്കം തട്ടാതെ, പതറാതെ, ചിതറാതെ പറയണം അൽഹംദുലില്ലാ. അതങ്ങനെ പറയാൻ പാകപ്പെടുമ്പോഴാണ് മുഅ്മിനാവുന്നത്. അപ്പൊ 1000 വർഷങ്ങളല്ല, 100 കൊല്ലങ്ങളല്ല, 1000 അല്ല, 10,000 കൊല്ലം കഴിഞ്ഞാൽ ആളുകൾ സ്മരിക്കും. ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇതേ സ്ഥലത്ത് ഇതേ സമയത്തും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആളുകൾ സ്മരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ സത്യസന്ധത കാരണം. ജീവസുറ്റതാകുന്ന ജീവിതമായിരുന്നു, വെറുതെ കളിതമാശയായ ജീവിതമല്ല. ഞാൻ പറഞ്ഞല്ലോ, 18ാമത്തെ വയസ്സ് മുതൽ 33 കൊല്ലം ഇൽമു പഠിച്ചിട്ട് 51 വയസ്സിന് ശേഷമാണ് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ദീനുമായി ബന്ധപ്പെട്ട് നിലകൊണ്ടു, ദീൻ പഠിച്ചെടുക്കാൻ. വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ ഞാൻ മുങ്ങിക്കുളിച്ചു. അത് കാരണമായിട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഇതെല്ലാം പഠിച്ചെടുത്തതാകുന്ന ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പിന്നീട് ദർസം കൊണ്ട് തുടങ്ങി. മാഷാ അല്ലാഹ്, 40 കൊല്ലം നിലക്കാത്ത ദർസാൻ. 51ാമത്തെ വയസ്സ് മുതൽ 91ാമത്തെ വയസ്സ് വരെ, വഫാത്ത് വരെ ബഗ്ദാദിൽ തന്നെ ദർസ്. 70,000 ആളുകൾക്ക് വേണ്ടി 3 ദിവസം ആഴ്ചയിൽ പ്രസംഗം നടത്തും. വാത് കേൾക്കാൻ ആള് പേര് എത്ര പേരെ വരുന്നത്? അന്ന് ബഗ്ദാദിന്റെ പട്ടണത്തിൽ 70,000 ആളുകൾ. 5 ലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുഅ്മിനീങ്ങളായി. പ്രഭാഷണം കഴിയുമ്പോൾ തന്നെ 70,000-ത്തിലധികം ആളുകൾ, പലരും ബോധം രഹിതരായി വീണിട്ടുണ്ടാവും. ഗിരിപ്രഭാഷണമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ആത്മീയമായ പ്രഭാഷണമാണ് മഹാനാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു.